എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതിൻ്റെ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് യൂസ്ഫുൾ ആവുക. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 പഠന പ്രവർത്തനങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പാഠഭാഗം പഠിത്വ കേരളീയ ഗണിതശാസ്ത്രകാരാനാം ഇതര ഗണിതശാസ്ത്രകാരാനാം ച നാമാനി വിവിച്യ പട്ടികാം കരോതു. എന്താണ്? നമ്മൾ പാഠം പഠിച്ചിരുന്നു. ആ പാഠം പഠിച്ചിട്ട് കേരളത്തിലെ ഗണിതശാസ്ത്രകാരന്മാരുടെയും മറ്റ് ഗണിതശാസ്ത്രകാരന്മാരുടെയും പേരുകൾ വേറിട്ട് പട്ടികയിൽ എഴുതാനാണ് പറയുന്നത്. തരംതിരിച്ച് പട്ടിക രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കേരളത്തിലെ നമ്മളിത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ പഠിച്ചതാണ്. അപ്പം അത് നോക്കി എഴുതിയാൽ മതി. രണ്ടാമത്തെ നോക്കൂ. സൂചന അനുസാരം ജീവനചരിതം ലിഖതു. സൂചന അനുസരിച്ചിട്ട് ജീവനചരിതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോക്കൂ. പാഠഭാഗം പഠിത്വ പ്രസിദ്ധ പണ്ഡിത ഇത്യേതയോ സമാനാർത്ഥക ശബ്ദാൻ ചിത്വ ലിഖതു. എന്താണ്? പാഠഭാഗം പഠിച്ചിട്ട് പ്രസിദ്ധ പണ്ഡിത, പ്രസിദ്ധൻ അല്ലെങ്കിൽ പണ്ഡിതൻ ഇത്യേതയോ തുടങ്ങിയ വാക്കുകളുടെ സമാനാർത്ഥക ശബ്ദങ്ങൾ, സമാനമായ അർത്ഥം വരുന്ന ശബ്ദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കൂ. പ്രസിദ്ധ എന്നുള്ള അർത്ഥം വരുന്ന മറ്റു വാക്കുകളാണ്, സമാന വാക്കുകളാണ് വിശ്രുത, വിഖ്യാത, പ്രശസ്ത. അടുത്തത് പണ്ഡിത എന്നുള്ള അർത്ഥം വരുന്ന സമാന വാക്കുകളാണ് വിശാരദ, സംഖ്യാവന്ത. ഏതൊക്കെയാണ്? വിശാരദ, സംഖ്യാവന്ത. ഇനി ഉദാഹരണാനുസാരം വാക്യം പരിവർത്തിയ ലിഖതു. ഉദാഹരണം അനുസരിച്ചിട്ട് വാക്യം മാറ്റി എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കൂ. ജലസ്യ വിന സ്നാതും ന ശക്യതേ. ജലേന വിന സ്നാതും ന ശക്യതേ. അപ്പോൾ ആദ്യത്തത് ജലസ്യ, അത് ഷഷ്ഠി വിഭക്തിയിലാണ് വന്നിരിക്കുന്നത്. അതിനെ ഏത് വിഭക്തിയിലേക്ക് മാറ്റണം? നമ്മൾ തൃതീയ വിഭക്തിയിലേക്ക് മാറ്റണം. അപ്പം ജലസ്യ എന്നുള്ളത് ഷഷ്ഠി വിഭക്തിയാണ്, ജലേന എന്നുള്ളത് തൃതീയ വിഭക്തിയാണ്. അപ്പോൾ ഷഷ്ഠി വിഭക്തിയിൽ വരുന്ന വാക്കിനെ നമ്മൾ തൃതീയ വിഭക്തിയിലേക്ക് എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അപ്പം നോക്കൂ. ജലസ്യ വിന സ്നാതും ന ശക്യതേ. അപ്പം അതെങ്ങനെ വരിക? തൃതീയ വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ ജലേന വിന സ്നാതും ന ശക്യതേ. അടുത്ത് നോക്കൂ. ആദ്യത്തെ ചോദ്യം. പുസ്തകസ്യ വിന പഠിതും യതതേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. അത് ഷഷ്ഠി വിഭക്തിയിലാണ് പുസ്തകസ്യ എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ തൃതീയ വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ പുസ്തകേന വിന പഠിതും യതതേ. അടുത്തത് വാഹനസ്യ വിന സഞ്ചരിതും പ്രേരയതി. വാഹനസ്യ എന്ന് പറയുന്ന വാക്ക് ഷഷ്ഠി വിഭക്തിയിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത് തൃതീയ വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ വാഹനേന വിന സഞ്ചരിതും പ്രേരയതി എന്നായിട്ട് മാറും. ഉപനേത്രസ്യ വിന വാചയതി. ഉപനേത്രസ്യ എന്ന് പറഞ്ഞാൽ ഷഷ്ഠി വിഭക്തിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ തൃതീയ വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ ഉപനേത്രേന വിന വാചയതി. ആഹാരസ്യ വിന ജീവിതും ന ശക്യതേ. ആഹാരസ്യ, അത് ഷഷ്ഠി വിഭക്തിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ തൃതീയ വിഭക്തിയിലേക്ക് മാറ്റണം. ആഹാരേന വിന ജീവിതും ന ശക്യതേ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തൂലികായാഹ വിന ലേഖിതും ന ശക്യതേ. തൂലികായ എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വയ്ക്കുക? തൂലികയ എന്നാണ് വരിക. തൂലികയ വിന കാ കഴിഞ്ഞിട്ട് അത് വേണ്ട, കാ നീട്ടണ്ട. തൂലികയ വിന ലേഖിതും ന ശക്യതേ എന്നാണ്. പാഠഭാഗം പഠിത്വ ആര്യപടീയം അധികൃത്യ ലഘുപന്യാസം ലഘുതു.
ലിഖതു എന്നാണ് പറയുന്നത്. പാഠഭാഗം പഠിച്ചിട്ട് ആര്യഭടീയത്തിന് അധികരിച്ചിട്ട് ഒരു ലഘുപന്യാസം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് ഗ്രന്ഥകാരന്മാരും അവരുടെ ശാസ്ത്രകാരന്മാരും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ സംഭാവനകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിൽ പറഞ്ഞതാണ്. ആര്യഭട ഗ്രന്ഥത്തിൻ്റെ പേര് ആര്യഭടീയം. അദ്ദേഹത്തിൻ്റെ സംഭാവന ബീജഗണിതം ജ്യാമിതി. ബ്രഹ്മഗുപ്ത അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് ബ്രഹ്മസ്ഫുട സിദ്ധാന്ത. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താ? ഗോളവ്യാപ്ത സമവാക്യം. മഹാവീര അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് ഗണിത സാര സംഗ്രഹ. അദ്ദേഹത്തിൻ്റെ സംഭാവന അംഗഗണിതം ബീജഗണിതം എന്നിവയാണ്. അടുത്ത ആൾ ഭാസ്കരാചാര്യ ആണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് മഹാഭാസ്കരീയം ലഘുഭാസ്കരീയം. സ്ഥാനസംഖ്യയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. വരാഹമിഹിര അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് ബൃഹത് സംഹിതയാണ്. അദ്ദേഹത്തിൻ്റെ ത്രികോണമിതിയാണ്. അടുത്തത് ശ്രീപതി അദ്ദേഹത്തിൻ്റെ ഗണിത തിലകമാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന ബീജഗണിതമാണ്. സംഗമ ഗ്രാമമാധവ വേൺവാരോഹ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്. ബീജഗണിതം ത്രികോണമിതി കലനം എന്നിവ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അടുത്തത് നീലകണ്ഠ സോമയാജി അദ്ദേഹത്തിൻ്റെ തന്ത്രസംഗ്രഹ എന്നുള്ള ബുക്കാണ് പറഞ്ഞിരിക്കുന്നത്. അഭിന്ന സംഖ്യ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ട് പറഞ്ഞിരിക്കുന്നത്. പുതുമന ചോമാതിരി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് വെൺവാരോഹ അഷ്ടകം. എന്താണ്? വെൺവാരോഹ അഷ്ടകം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ത്രികോണമിതി കലനം എന്നിവ. അടുത്തത് ഹരിദത്ത അദ്ദേഹം മഹാമാർഗ നിബന്ധനം എന്നുള്ള ഗ്രന്ഥമാണ് രചിച്ചിരിക്കുന്നത്. പരഹിത പദ്ധതി എന്നുള്ളതാണ്. പരഹിത പദ്ധതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. വടശ്ശേരി പരമേശ്വര ഋഗ്ഗണിതമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്. സംഭാവന ഗ്രഹസഞ്ചാര ഗണിത പദ്ധതി എന്നുള്ളതാണ്. അടുത്തത് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് ഉപരാഗ ക്രിയാക്രമ. അദ്ദേഹത്തിൻ്റെ സംഭാവന ഗണിതം എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 6. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള സിലബസിലുള്ള കുട്ടികൾക്കാണ് യൂസ്ഫുൾ ആവുക. സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയാണ് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നത്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് നൽകുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.